പെയിൻറ്റിങ്ങിൽ പണ്ട് കാലം മുതൽക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മീഡിയമാണ് ഓയിൽ പെയിൻറ്റ്. ഓയിൽ പെയിൻറ്റിൽ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പെയിൻറ്റിങ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഏതൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്, അതുപോലെ ഏത് സ്റ്റൈലിൽ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ 2 വീഡിയോസാക്കി ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ്, ഓയിൽ പെയിൻറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്, അതാണ് ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന അടുത്ത വീഡിയോയിൽ ഒരു ഓയിൽ പെയിൻറ്റിങ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ 2 വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓയിൽ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അക്കറിലേക്ക് പോലല്ല, അക്കറിലേക്ക് നമ്മൾ മീഡിയം വാട്ടർ യൂസ് ചെയ്യുക. വാട്ടർ കളറിലാണെങ്കിലും വാട്ടർ തന്നെ മീഡിയം യൂസ് ചെയ്യുക. പക്ഷേ ഓയിൽ പെയിൻറ്റിൽ 2-3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയം യൂസ് ചെയ്യുന്ന കാരണം എല്ലാവർക്കും ഡൗട്ടാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ചിലർ പറയും ഓയിൽ യൂസ് ചെയ്യാൻ, ചിലർ പറയും മണ്ണെണ്ണ യൂസ് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ യൂസ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഓയിൽ പെയിൻറ്റിങ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ മെറ്റീരിയൽസായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓയിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട മെറ്റീരിയൽ എന്താ? ഓയിൽ പെയിൻറ്റ് തന്നെയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ക്യാമൽ ബ്രാൻഡിൻ്റെ ഓയിൽ പെയിൻറ്റാണ്. അത് 2 കാറ്റഗറി വരുന്നുണ്ട്, സ്റ്റുഡൻറ്റ് കാറ്റഗറി ഉണ്ട്, ആർട്ടിസ്റ്റ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റ് കാറ്റഗറി ആയിരിക്കും തീർച്ചയായിട്ടും നല്ലത്. കളറിൻ്റെ പിഗ്മെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ളത് ആർട്ടിസ്റ്റ് കാറ്റഗറിയാണ്. റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ഓയിൽ കളേഴ്സാണ്. ഇതിൻ്റെ റേറ്റ് 400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 12 കളേഴ്സ് ഉണ്ട്. ശരിക്കും ഓയിൽ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് ഡ്രൈ ചെയ്യുന്ന പെയിൻറ്റാണ്. കളർ പിഗ്മെൻറ്റ്സ് ഒരു ഓയിലിൽ മിക്സ് ചെയ്ത് വരുന്നതിനെയാണ് ഓയിൽ പെയിൻറ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ലിൻസീഡ് ഓയിലാണ് യൂസ് ചെയ്യുക കളർ പിഗ്മെൻറ്റ് മിക്സ് ചെയ്യാനായിട്ട്. ട്യൂബ് രൂപത്തിലാണ് ഓയിൽ പെയിൻറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത സ്ലോ ആയിട്ട് ഡ്രൈ ചെയ്യുള്ളൂ. അക്രിലിക്കൊക്കെ 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഓയിൽ പെയിൻറ്റ് ഉണങ്ങാനായിട്ട് 7 ദിവസം അതിൽ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ശരിക്കും 1 മാസമൊക്കെ വെച്ചാലാണ് ഓരോ ഓയിൽ പെയിൻറ്റ് ഫുള്ളായിട്ട് ഉണങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതാണ് ഓയിൽ പെയിൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഓയിൽ പെയിൻറ്റ് നമുക്ക് സ്ലോവിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ അക്രിലിക്ക് ചെയ്യണവർക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, 2 കളേഴ്സ് തമ്മിൽ മിക്സ് ആക്കാനായിട്ട് ലയിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഉണങ്ങണേക്കാളും മുമ്പ് ആ കളർ തമ്മിൽ ലയിപ്പിക്കേണ്ടി വരും. ഓയിൽ പെയിൻറ്റിന് നമുക്ക് ഒരു കളർ ആദ്യം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് വേറൊരു കളർ ചെയ്ത് അത് തമ്മിൽ ലയിപ്പിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് ബ്രഷ് എടുത്ത് വെറുതെ വാഷ് ചെയ്താലും 2 കളേഴ്സ് തമ്മിൽ മിക്സ് ആവും. അപ്പോൾ അങ്ങനൊരു ഗുണം ഓയിൽ പെയിൻറ്റിനുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള ഷെയ്ഡുകളും കളേഴ്സൊക്കെ ഓയിൽ പെയിൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഓയിൽ പെയിൻറ്റിൻ്റെ ഒരു ഗുണം. ചിലർക്ക് ഓയിൽ പെയിൻറ്റ് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. ഞാനധികം ഓയിൽ പെയിൻറ്റ് ചെയ്യാറില്ല. ഞാൻ ഫാസ്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ക്ഷമയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ, അതുപോലെ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓയിൽ പെയിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓയിൽ പെയിൻറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാൻഡിൽ ആർട്ടിസ്റ്റിൻ്റെ ഗ്രേഡാണോ സ്റ്റുഡൻറ്റ് ഗ്രേഡാണോ നോക്കുക. സ്റ്റുഡൻറ്റ് ഗ്രേഡ് നിങ്ങൾക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേറ്റ് കുറഞ്ഞ മെറ്റീരിയലായിരിക്കും. ആർട്ടിസ്റ്റ് ഗ്രേഡ് കുറച്ചുകൂടി നല്ല പിഗ്മെൻറ്റ്സ് ഉള്ള കളേഴ്സൊക്കെ നല്ല രീതിയിൽ നല്ല കോൺട്രാസ്റ്റുള്ള കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആർട്ടിസ്റ്റ് ബ്രാൻഡിൻ്റെ ഓയിൽ പെയിൻ്റാണ്. പിന്നീട് ഓയിൽ പെയിൻറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ലിൻസീഡ് ഓയിലാണ്. ലിൻസീഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് ഓയിൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. വാട്ടർ കളറിൽ നമ്മൾ വാട്ടർ മിക്സ് ചെയ്യും, അക്രിലിക്കിൽ നമ്മൾ വാട്ടർ മിക്സ് ചെയ്യും. പക്ഷേ ഓയിൽ പെയിൻറ്റിന് ലിൻസീഡ് ഓയിലാണ് മിക്സ് ചെയ്യുക. ലിൻസീഡ് ഓയിൽ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്യൂരിഫൈഡ് ലിൻസീഡ് ഓയിൽ വാങ്ങുക. അതാണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ളത്. മറ്റേ ലിൻസീഡ് ഓയിലാകുമ്പോൾ, സാധാരണ ലിൻസീഡ് ഓയിലാകുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആ പെയിൻറ്റ് മങ്ങാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ക്യാമലിൻ്റെ പ്യൂരിഫൈഡ് ലിൻസീഡ് ഓയിലാണ്. ഇതിൻ്റെ റേറ്റ് 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ലിൻസീഡ് ഓയിൽ നമ്മൾ എടുക്കുന്ന ഓയിൽ പെയിൻറ്റിന് മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും യൂസ് ചെയ്യുക. ഇത് നമ്മുടെ ആ ഒരു പെയിൻറ്റിങ്ങിന് ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാധാരണ മണ്ണെണ്ണ മിക്സ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, ടർപ്പൻ്റെ മിക്സ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഐറ്റംസ്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റം ഡിസ്റ്റിൽഡ് ടർപ്പൈൻ്റെയാണ്. നിങ്ങൾക്ക് മണ്ണെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റിൽഡ് ടർപ്പൻ്റെൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ബ്രഷ് കഴുകാനായിട്ടാണ്. കാരണം ഓയിൽ പെയിൻറ്റ് ഓയിലായതുകൊണ്ട് തന്നെ ആ ബ്രഷ് നമുക്ക് വെള്ളത്തിൽ കൊണ്ട് നേരെ കഴുകാൻ പറ്റില്ല. അപ്പോൾ മണ്ണെണ്ണ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് ടർപ്പൻ്റെനിൽ മിക്സ് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ പെയിൻറ്റ് ആ ബ്രഷിൽ നിന്ന് പോകും. ഓയിൽ പെയിൻറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രഷ് എപ്പോഴും നല്ല രീതിയിൽ കഴുകി വയ്ക്കണം, അല്ലെങ്കിൽ ബ്രഷ് പെട്ടെന്ന് കേടാവും. പിന്നെ ചില ആർട്ടിസ്റ്റുകൾ ഇത് ബ്രഷ് കഴുകാൻ വേണ്ടി മാത്രമല്ല ഓയിൽ പെയിൻറ്റിന് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഞാൻ നേരത്തെ ലിൻസീഡ് ഓയിൽ മിക്സ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ ഓയിൽ പെയിൻറ്റിൽ, അതുപോലെ തന്നെ ടർപ്പൻ്റെൻ അല്ലെങ്കിൽ മണ്ണെണ്ണ മിക്സ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അത് മിക്സ് ചെയ്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ലിൻസീഡ് ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് ആ പെയിൻറ്റിങ്ങിന് കിട്ടാം.
പക്ഷേ ടർപ്പൻറ്റൈൻ അല്ലെങ്കിൽ മണ്ണെണ്ണ ഓയിൽ പെയിൻറ്റിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷാണ് കിട്ടുക. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയൊരു ടെക്സ്ചർ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈയിങ് ടൈം കൂടും, അതായത് പെട്ടെന്ന് ഉണങ്ങില്ല. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾ ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ ടർപ്പൻറ്റൈൻ ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങി കഴിയുമ്പോൾ ക്രാക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതായത് ആ പെയിൻറ്റിങ്ങിൽ ക്രാക്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തത്. എപ്പോഴും നമ്മൾ ലിൻസീഡ് ഓയിലാണ് ഓയിലിൽ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇത് നമ്മൾ സാധാരണ ബ്രഷ് കഴുകാനൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായുള്ളൂ, വളരെ നേരിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ടൂൾസ്. ഇനിയിപ്പോൾ പുറമെയുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രൈയിങ് ടൈം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. കേരളത്തിൽ അധികം അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇതാണ് മിനിമം ഒരു ഓയിൽ പെയിൻറ്റിങ് ചെയ്യാനുള്ള ടൂൾസ്. പിന്നെ വേണ്ടത് ഒരു ക്യാൻവാസാണ്. ഓയിൽ പെയിൻറ്റ് ചെയ്യുന്ന പേപ്പറിലും ക്യാൻവാസിലും ചെയ്യാം. ക്യാൻവാസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ക്യാൻവാസിൽ ചെയ്യാൻ സാധിക്കും. ക്യാൻവാസ് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. ക്യാൻവാസ് ബുക്കായിട്ട് കിട്ടും, റോളായിട്ട് കിട്ടും, ക്യാൻവാസ് സ്ട്രെച്ച്ഡ് ക്യാൻവാസായിട്ട് കിട്ടും. അങ്ങനെ പല രീതിയിൽ ക്യാൻവാസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് ക്യാൻവാസ് നിങ്ങൾക്ക് നല്ലതെന്ന് നോക്കിയിട്ട് അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റിൻ്റെ പേപ്പേഴ്സ് ഉണ്ട്. പേപ്പേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓയിൽ പെയിൻറ്റിൻ്റെ ക്യാൻവാസാണ്. പിന്നെ ഏതൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ബ്രഷസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ 3 ടൈപ്പ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അറോറ എന്ന ബ്രാൻഡിൻ്റെ 12 സൈസുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷ്. ഇത് ഹോഗ് ഹെയർ ബ്രഷാണ്, കുറച്ചുകൂടി കട്ടിയുള്ള ബ്രിസിൽസാണ് ഇതിനുള്ളത്. പിന്നീട് അറോറ എന്ന ബ്രാൻഡിൻ്റെ 6 നമ്പർ ബ്രഷ്, ഇതും രണ്ടും ഫ്ലാറ്റ് ബ്രഷ് കേട്ടോ. ഹോഗ് ഹെയർ 2 ഫ്ലാറ്റ് ബ്രഷാണ്. പിന്നീട് മാപ്ഡ് എന്നുള്ള ബ്രാൻഡിൻ്റെ നമ്പർ 2 ഫ്ലാറ്റ് ബ്രഷ്, ഇത് സിന്തറ്റിക് ബ്രഷാണ്. അപ്പോൾ ഈ 3 ടൈപ്പ് ബ്രഷാണ് ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഓയിൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ഓയിൽ പെയിൻ്റാണ്. ഓയിൽ പെയിൻറ്റ് വാങ്ങുമ്പോൾ ആർട്ടിസ്റ്റ് ഗ്രേഡ് നോക്കി വാങ്ങാം. പിന്നെ ഉള്ളത് ലിൻസീഡ് ഓയിലാണ്. ലിൻസീഡ് ഓയിൽ വാങ്ങുമ്പോൾ പ്യൂരിഫൈഡ് ലിൻസീഡ് ഓയിൽ തന്നെ വാങ്ങാം, അതാണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ളത്. പിന്നെ നമുക്ക് ടർപ്പൻറ്റൈൻ ബ്രഷ് കഴുകാനായിട്ട് ഡിസ്റ്റിൽഡ് ടർപ്പൻറ്റൈൻ വാങ്ങാം. പിന്നീട് ക്യാൻവാസ് വാങ്ങാം, ബ്രഷസ് വാങ്ങാം. ഇത്രയും കാര്യങ്ങളാണ് ഓയിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുള്ളത്. ഇതിലൊരു കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ അതിന് മറുപടി തരാം. എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ 2 സെപ്പറേറ്റ് വീഡിയോ ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അക്രലിക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലധികം ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഒരു പെയിൻറ്റിങ് പഠിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അത് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ നല്ല എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഓയിൽ പെയിൻറ്റിങ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തത്. അടുത്ത വീഡിയോ നമ്മുടെ ഓയിൽ പെയിൻറ്റിങ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് പഠിച്ചു പോകാനായിട്ട് വിടുക. അതുകൊണ്ടാണ് ഈ 2 സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും ഓയിൽ പെയിൻറ്റിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ഇല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് ഓയിൽ പെയിൻറ്റിന് ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒരു കിറ്റായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ആർട്ട് സ്കൂളിലൊക്കെ ഒഫീഷ്യൽ ആർട്ട് സപ്ലയറായ ക്രാഫ്റ്റ് സ്റ്റേഷൻ, കാക്കനാട് കൊച്ചിയിലുള്ള ആർട്ട് ഷോപ്പാണ് ക്രാഫ്റ്റ് സ്റ്റേഷൻ, അവർ തന്നെയാണ് ഇതും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആർട്ട് ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഓയിൽ പെയിൻറ്റ്, ബ്രഷസ്, ക്യാൻവാസ്, ലിൻസീഡ് ഓയിൽ, ടർപ്പൻറ്റൈൻ, ഇത്രയും കാര്യങ്ങൾ മൊത്തത്തിലൊരു കിറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ റേറ്റും ക്രാഫ്റ്റ് സ്റ്റേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റും ഞാൻ രണ്ടും ഈ വീഡിയോയുടെ അവസാനം ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കാം. എൻ്റെ മെയിൽ ഐ ഡി artist.sachin@gmail.com എന്നാണ്. അതിലേക്ക് മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം സബ്ജക്റ്റിൽ ഓയിൽ പെയിൻറ്റിങ് മെറ്റീരിയൽ എന്ന് കൊടുക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മെയിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് മെയിൽസിനുള്ള അത് കാണാതെ പോകും. ഓയിൽ പെയിൻറ്റിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം, അഡ്രസ്സ് വെച്ചിട്ട് എനിക്ക് മെയിൽ അയക്കുക. അപ്പോൾ ഞാൻ കൊറിയർ ചാർജൊക്കെ എത്രയ്ക്കാന്ന് ഞാൻ കാൽക്കുലേറ്റ് നിങ്ങൾക്ക് പറയാം. ഫോൺ നമ്പറും വയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ഫോൺ വിളിച്ചിട്ട് മെറ്റീരിയൽ അവൈലബിൾ ആക്കാം. കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ആർട്ട് മെറ്റീരിയലൊന്നും കുറേ സ്ഥലങ്ങളിൽ അവൈലബിൾ അല്ല. ആർട്ട് ഷോപ്പുകളൊക്കെ നമുക്ക് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും വെച്ചിട്ട് എനിക്ക് മെയിൽ അയക്കുക. പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെത്തും. ഞാൻ മുമ്പ് പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാണ്. കൂടുതൽ മെറ്റീരിയൽസ് എല്ലാവർക്കും എത്തിപ്പെടട്ടെ, എല്ലാവരും നന്നായിട്ട് വരയ്ക്കാൻ പറ്റട്ടെ, നല്ല പെയിൻറ്റിങ് ചെയ്യാൻ പറ്റട്ടെ. ഇനി നമ്മുടെ അടുത്ത വീഡിയോ ഓയിൽ പെയിൻറ്റിങ് ചെയ്യുന്ന വീഡിയോ ആണ്. പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് വിഷമിക്കേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒരു ഓയിൽ പെയിൻറ്റിങ് ട്യൂട്ടോറിയലായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ ബൈ.